ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഇംബാക്സ് 15 ഇഞ്ച് 4K LED TV. ഇത് കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഡിസ്പ്ലേ സെൻറ്ററിൽ ബാർ അടിച്ച് നിൽക്കുകയാണ്, വൈറ്റ് ബാർ. കസ്റ്റമർ കമ്പനിയിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണം, അല്ലാതെ നമുക്കിത് റിപ്പയറബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിസ്പ്ലേനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ് ഈ ഇംബാക്സ് എന്നുള്ള ഈ ബ്രാൻഡിൽ ഈ മോഡലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിൽ PT ഉള്ളൊരു കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് അവരിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. PT 15 ഇഞ്ച് 4K LED ഡിസ്പ്ലേ ആണ് ഇതിനകത്തോട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ഡിസ്പ്ലേ നമ്മൾ അഴിച്ചെടുത്ത് നമ്മൾ ലേസറിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ചെറിയൊരു ഗ്ലാസിൻ്റെ ഇൻറ്റേർണൽ ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ട് നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തെന്ന വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ ആ ഡിസ്പ്ലേക്കകത്ത് പക്ക പടായിട്ടുണ്ട്. യാതൊരുവിധ ഡിസ്പ്ലേക്കകത്ത് ലൈനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെട്ടലോ ഒന്നുമില്ല, ബാറിങ്ങോ ഒന്നുമില്ല. പക്ക ഡിസ്പ്ലേനെ നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ടു. കസ്റ്റമർ എങ്ങനെയാണോ ലാസ്റ്റ് അത് കംപ്ലൈൻറ്റ് ആയതിന് തൊട്ട് മുമ്പ് പക്കായിട്ട് പടം കണ്ടിന് അതുപോലെ തന്നെ നമ്മൾ പടാക്കിയെടുത്തു. PT എന്നുള്ളൊരു കമ്പനിയുടെ 15 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 6+6 ആണ്. 6 ഗോഫ് ഒരു സൈഡിലും ലെഫ്റ്റിലും 6 ഗോഫ് റൈറ്റ് സൈഡിലും വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഡിസ്പ്ലേനെ കസ്റ്റമർ സെറ്റ് തന്നെ തിരിച്ച് സെറ്റ് ചെയ്തു. പക്ക പിക്ചർ ക്ലാരിറ്റിയാണ്. പിക്ചർ ക്ലാരിറ്റിയിൽ യാതൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക എങ്ങനെയാണോ കസ്റ്റമർ പടം അതിനകത്ത് കണ്ടിരുന്നത് അതേ കണ്ടീഷൻ തന്നെ നമ്മൾ പടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. കസ്റ്റമർ ഒത്തിരി ഹാപ്പി ആയി. കാരണം അവർ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേനെ നമ്മൾ വർക്കിംഗ് ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേകതര ഹാപ്പിയാണ്. കസ്റ്റമർ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് നമ്മളേക്ക് ഇവിടെ നിന്ന് പോയത്. കസ്റ്റമർ കുറച്ച് നേരം നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മളത് അയച്ചെടുത്ത് നമ്മളത് ഫുള്ള് ഇത് ഫ്രെയിം ലെസ്സുമാണ്. കാരണം അത് ഡിസ്പ്ലേ ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കാണ് സ്ക്രീനിനകത്ത്. അപ്പോൾ അത് അയച്ചെടുത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഡിലേയിൽ കസ്റ്റമർ കുറച്ച് ഡിലേ ആയി.